കയറ്. അവൻ ദേഷ്യത്തോടെ തന്നെ അവളെ നോക്കി പറഞ്ഞു. പോയിട്ട് വാ മോളെ. പുറകിൽ നിന്നും അവൻ്റെ അമ്മയും പറഞ്ഞതും അവൾ തലയാട്ടി. അച്ചു വൺ സൈഡ് ഇരിക്കാൻ വേണ്ടി തുടങ്ങിയതും അവൻ അവളെ കലിപ്പിച്ച് നോക്കി. എന്താ? അവൻ നോക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ ചോദിച്ചു. ടു സൈഡ് ഇരിക്കുക, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് ടു സൈഡ് കയറിയിരുന്നു. ആ ഷോള് മുൻപിലേക്ക് വെച്ച് കെട്ടിക്കേ, അവൻ തല ചരിച്ച് വെച്ച് അവളോട് പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവളുടെ ഷോള് മുൻപിലേക്ക് എടുത്തു വെച്ച് കെട്ടിട്ടു. അവൻ പെട്ടെന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ടെടുത്തതും അവളും പെട്ടെന്ന് മുൻപിലേക്കാഞ്ഞു. അവളുടെ കൈകൾ അവൻ്റെ വയറിനെ വലയം ചെയ്തു. അവളുടെ തല അവൻ്റെ പുറത്തേക്കിടിച്ചു. അവൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തി. നീ ആദ്യമായിട്ടാണോ ബൈക്കിൽ കയറുന്നത്? അവൻ സംശയത്തോടെ ചോദിച്ചു. ആണ്, അവൾ മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ വിശ്വസിച്ചത് തന്നെ. കള്ളം പറയുമ്പോൾ കുറച്ച് മയത്തിലൊക്കെ പറ. ആദ്യമായിട്ടാണെന്ന് പോലും. അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഞാൻ ആരുടെയും കൂടെ ബൈക്കിൽ കയറിയിട്ടില്ല. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വന്നു. അവൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ മറുപടി പറഞ്ഞു. അല്ലെങ്കിലും ഒളിപ്പിക്കേണ്ടതൊക്കെ നിനക്ക് ഒളിപ്പിക്കാൻ അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ കള്ളമൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു. ഞാൻ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പൊയ്ക്കോളാം. എനിക്ക് ആരുടെ സഹായമൊന്നും വേണ്ട. ഇനി ആരുടെയെങ്കിലും സഹായം വേണമെന്ന് തോന്നിയാൽ വഴി കൂടെ പോകുന്ന ഏതെങ്കിലും പയ്യന്മാരുടെ കൂടെ ഞാൻ കയറിക്കോളാം. അതുകൊണ്ട് വിഷ്ണുവേട്ടൻ ഒറ്റയ്ക്ക് പോയാൽ മതി അമ്പലത്തിലേക്ക്. വിഷ്ണുവേട്ടൻ്റെ കൂടെ വന്നതാണെന്ന് വിഷ്ണുവേട്ടൻ വീട്ടിൽ പറഞ്ഞാൽ മതി. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞോളാം. അവൾ ബൈക്കിൽ നിന്നും ഇറങ്ങി അവനെ നോക്കി പറഞ്ഞു. കയറടി. അവൾ പറഞ്ഞതിന് മറുപടി നൽകാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. ഇല്ല, എനിക്കറിയാം ഒറ്റയ്ക്ക് പോകാൻ. അവളും തിരികെ വാശി കാണിച്ചു. ചി, കയറടി പുല്ലേ. അവൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ നിൽക്കുന്നു. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി. നീ കയറുന്നോ ഞാൻ പിടിച്ച് കയറ്റണോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ പേടിച്ച് അവൻ്റെ ഷോൾഡറിൽ പിടിച്ചുകൊണ്ട് ബൈക്കിലേക്ക് കയറിയിരുന്നു. അവൻ ദേഷ്യപ്പെട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. അവൾ കണ്ണുകളൊന്ന് തുടച്ചിട്ട് ഒന്നും മിണ്ടാതെയിരുന്നു. വിഷ്ണു അവളെയും കൊണ്ട് അമ്പലത്തിലേക്ക് ചെന്നു നിന്നു. അമ്പലത്തിൻ്റെ മുറ്റത്ത് അവൻ ബൈക്ക് കൊണ്ട് നിർത്തിയതും അവൾ അവൻ്റെ ബൈക്കിൽ നിന്നും ഇറങ്ങി. പോയി തൊഴുതിട്ട് വാ, അവൻ അവളെ നോക്കി പറഞ്ഞതും വിഷ്ണു അമ്പലത്തിലേക്ക് വരുന്നില്ലേ എന്നുള്ള രീതിയിൽ അവൾ തിരിഞ്ഞ് അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ വരുന്നില്ല. അവളുടെ നോട്ടം കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്താ? അവൾ നോക്കുന്നത് കണ്ടതും അവൻ ചോദിച്ചു. അമ്പലത്തിലേക്ക് വരുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്നത് എന്തിനായിരുന്നു? ഞാൻ വിദ്യ ചേച്ചി കൂട്ടി വരുമായിരുന്നല്ലോ. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അത് കേട്ടതും അവൻ ഒന്നും മിണ്ടാതെ അവളെ കുറച്ച് കടുപ്പിച്ച് നോക്കി. ആ നോട്ടം കണ്ടതും അവൾ പിന്നെ ഒന്നും മിണ്ടാതെ അമ്പലത്തിലേക്ക് കയറിപ്പോയി. അവൾ തൊഴുതിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവളെ കാത്ത് അവൻ അമ്പലത്തിൻ്റെ ആൾച്ചുവട്ടിലുണ്ടായിരുന്നു. അവനവിടെ നിൽക്കുന്നത് കണ്ടതും അവൾ അങ്ങോട്ടേക്ക് നടന്നു. വൈഷുവിന് ഒരു പയ്യനെ ഇഷ്ടമായിരുന്നുവെന്ന് നിനക്കറിയാമായിരുന്നോ? മുഖവുര പോലും ഇല്ലാതെ അവൾ ചെന്നപാടെ അവളെ നോക്കി അവൻ ചോദിച്ചതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? അവൾ ഒന്നും മിണ്ടാഞ്ഞതും അവൻ സംശയത്തോടെ കുറച്ച് ഉച്ചത്തിൽ ചോദിച്ചു. അത് എനിക്ക്... അവൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞു. കള്ളം പറയാൻ നിൽക്കണ്ട. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അവൻ പറഞ്ഞതും അവൾ ഞെട്ടി. അത് എനിക്കറിയാമായിരുന്നു. അവൾ ചെറു പേടിയോടെ അവനോട് മറുപടി പറഞ്ഞു. നീ അവളുടെ ആരാ? അവൻ സംശയത്തോടെ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല. ദേ, എന്തേലും കാര്യം ചോദിക്കുമ്പോൾ നിനക്ക് വാ തുറന്ന് പറയാൻ അറിയില്ലേ? അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ എൻ്റെ ഫ്രണ്ടാണ്, അവൾ മറുപടി പറഞ്ഞു. ആണല്ലോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ആണ്, അവൾ മറുപടി പറഞ്ഞു. അവളൊരു തെറ്റിലേക്ക് പോകുമ്പോൾ അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കടമ നിനക്കുണ്ടോ? അവൻ കൈകൾ മാറിൽ കെട്ടി അവളെ നോക്കി പുരികം പൊക്കി. അത് അയാൾ അവളെങ്ങനെ... എനിക്കത് അറിയില്ല. അവൾ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. ഞാൻ ചോദിച്ചത് അവൻ അവളെ എന്തേലും ചെയ്തോ ചെയ്തില്ലയോ എന്നല്ല. അവൾ അങ്ങനെ ഒരാളെ, അതും ഇവിടെ ആർക്കും അറിയാത്ത ഒരാളെ, അവൻ ഏതാണ് എന്താണ് എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരാളെ അവൾ പ്രേമിക്കുമ്പോൾ അവളുടെ നല്ലത് കരുതിയെങ്കിലും നിനക്ക് എന്നോടൊന്ന് സൂചിപ്പിച്ചുകൂടായിരുന്നോ? ഞാൻ അവനെപ്പറ്റി അന്വേഷിക്കുമായിരുന്നല്ലോ. വേറെ എന്തേലും കാര്യമാണെങ്കിൽ ചുണയോടെ എൻ്റെ അടുത്ത് വന്ന് പറയാനും എന്നോട് എതിർത്ത് നിൽക്കാനും സംസാരിക്കാനൊക്കെ നിനക്ക് 100 നാവാണല്ലോ. എൻ്റെ പെങ്ങളുടെ കാര്യം വന്നപ്പോൾ മാത്രം നിനക്ക് ബുദ്ധിപൂർവ്വം ചെയ്യാൻ അറിയില്ലായിരുന്നു അല്ലേ? അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. അത് ഞാൻ എങ്ങനെയാ പറയുന്നത്? അവൾ എൻ്റെ ഫ്രണ്ടല്ലേ. അവൾ എന്നോടൊരു കാര്യം പറയുമ്പോൾ അത് അവളുടെ അമ്മയോടോ അല്ലെങ്കിൽ ആങ്ങളയോടൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്? എന്നെ വിശ്വസിച്ചല്ലേ അവളത് പറയുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെപ്പറ്റി വിഷ്ണുവേട്ടനോട് സംസാരിക്കുന്നത്? അവൾ തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അപ്പോൾ എൻ്റെ പെങ്ങൾ നശിച്ചു പോകുകയാണെന്ന് അറിഞ്ഞാലും അവൾ ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ നീ അത് എന്നോട് പറയില്ല അല്ലേ? അവൻ തിരികെ സംശയത്തോട് ചോദിച്ചു. ഞാൻ അങ്ങനെയല്ല വിഷ്ണുവേട്ട പറഞ്ഞത്. അവൾ പറയാൻ തുടങ്ങിയതും അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി. സോറി. അവൻ നോക്കുന്നത് കണ്ട് അവൾ പറഞ്ഞു. എൻ്റെ പെങ്ങളുടെ ഏട്ടത്തിയമ്മ എന്നൊരാൾ എൻ്റെ പെങ്ങളുടെ ശരിയും തെറ്റും പറഞ്ഞ് അവളെ മനസ്സിലാക്കേണ്ടവളാണ്. ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിക്കേണ്ടത്? ഇങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടിക്കഴിഞ്ഞാൽ ശരിയും തെറ്റും നോക്കാതെ എല്ലാത്തിനും നീ അവളെ സപ്പോർട്ട് ചെയ്യുമല്ലോ.
അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. അവൻ എന്താ പറയുന്നതെന്ന് ഒരു നിമിഷം അവൾക്ക് മനസ്സിലായില്ല. ഞാൻ നിന്നെ കെട്ടാമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ ഇനി വേണ്ട, അവൻ പറഞ്ഞു. അതെന്താ? അവൾ യാന്ത്രികമായി ചോദിച്ചു. എന്തിനാ നിന്നെ കെട്ടുന്നത്? ഞാൻ നിന്റെ ഭർത്താവാകുന്ന അതേ സമയത്ത് ഞാനൊരു ഏട്ടനും കൂടിയാണ്. എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് എൻ്റെ പെങ്ങന്മാരുടെ ഏട്ടത്തിയമ്മ കൂടെയാണ്. അവരെ നേർവഴിക്ക് നടത്തേണ്ടതും അവർ ചെയ്യുന്നത് എന്തും സപ്പോർട്ട് ചെയ്യാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ് നീ. ആ കാര്യത്തിൽ ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? അവൻ കൈകൾ മാറിൽ കെട്ടി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. വിഷ്ണുവേട്ടന് അത്ര വിശ്വാസമില്ലെങ്കിൽ ഞാൻ വിഷ്ണുവേട്ടന് ചേരില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേണ്ട. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അതിനവൻ ഒന്നും മിണ്ടിയില്ല. നമുക്ക് പോകാം. അവനൊന്നും മിണ്ടാഞ്ഞതും അവൾ അവനെ നോക്കി പറഞ്ഞു. ഒന്ന് നിന്നേ. അവൾ പോകാൻ തുടങ്ങിയതും അവൻ പുറകിൽ നിന്നും അവളെ വിളിച്ചു. അവൾ സംശയത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. നിന്നോട് ആ ഡോക്ടർ എന്താ പറഞ്ഞത്? അവൻ അവളോട് ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി. നിനക്കറിയില്ലേ, ജീവൻ കിടന്ന ഹോസ്പിറ്റലിലെ ആ ഡോക്ടർ നിന്നോടൊന്ന് സംസാരിക്കുന്നത് കണ്ടല്ലോ. അന്നവൻ എന്തായിരുന്നു പറഞ്ഞത്? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. എന്നോടൊന്നും പറഞ്ഞില്ല. വീടെവിടെയാ, പേരെന്താ എന്നൊക്കെ ചോദിച്ചു. അല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്താ? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ചോദിച്ചതാ. പോകാം, രാത്രിയാകുന്നു. അവൾ അവനെ നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ അവൻ്റെ ബൈക്കിനടുത്തേക്ക് നടന്നു. അവളും അവൻ്റെ പുറകെ ചെന്നു. നിന്റെ അച്ഛൻ്റെ നമ്പർ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്ക്. ബൈക്കിൽ കയറുന്നതിനിടയിൽ അവൻ അവളെ നോക്കി പറഞ്ഞു. അവൾ സംശയത്തോടെ അവനെ നോക്കി. എന്തിനാണെന്ന് പറഞ്ഞാലേ നീ തരുള്ളോ? അവൾ നോക്കുന്നത് കണ്ടതും അവൻ പറഞ്ഞു. എൻ്റെ അച്ഛൻ്റെ നമ്പർ എന്തിനാ ഏട്ടന്? അവൻ സംശയത്തോട് ചോദിച്ചു. ആ ഹോസ്പിറ്റലിലെ ഡോക്ടറില്ലേ, അവന് നിന്നോട് പ്രേമം. കല്യാണം ആലോചിക്കാൻ നിന്റെ അച്ഛൻ്റെ നമ്പർ അയച്ചു കൊടുക്കണേന്ന് പറഞ്ഞിരുന്നു. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. നീ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? പേരും നാളും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുത്തതല്ലേ. ഇനിയിപ്പോൾ ഡോക്ടറിൻ്റെ ഭാര്യയാകാലോ. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. എൻ്റെ നമ്പർ ആർക്കും അയച്ചു കൊടുക്കണ്ട. എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞോളാം. വിഷ്ണുവേട്ടൻ ഇത്ര കഷ്ടപ്പെട്ട് അതിൻ്റെ ഇടയിൽ ഹംസമാകണ്ട. അവൾക്ക് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു. അല്ലെങ്കിൽ ആര് ഹംസമാകുന്നു? ഞാൻ ഈ നമ്പർ അവന് അയച്ചു കൊടുക്കുന്നതേ ഉള്ളൂ. അവന് വേണമെങ്കിൽ നിന്റെ അച്ഛനെ വിളിച്ച് സംസാരിക്കട്ടെ. അല്ലാതെ അവന് വേണ്ടി നിന്റെ അച്ഛനോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഈ വിഷ്ണുവിനില്ല, അവനും പറഞ്ഞു. എല്ലാം കൂടി കേട്ട് അവൾക്ക് ദേഷ്യം വന്നിരുന്നു. എന്നെ വീട്ടിൽ കൊണ്ടാക്ക്, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞിട്ട് ബൈക്കിലേക്ക് കയറി. ഓ, ഇനി മിസ് അശ്വതി ഒരു ഡോക്ടറിൻ്റെ ഭാര്യയാകാൻ പോകുമല്ലേ? ഇനിയിപ്പോൾ കാറിലൊക്കെ ആയിരിക്കും സഞ്ചാരം, അവൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. വിഷ്ണുട്ടൊന്നും മിണ്ടാതിരിക്കുന്നോ? ഇല്ലെങ്കിൽ ഞാൻ നടന്നു പൊക്കോളാം, അവൾ ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഓർത്തതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. എന്നാൽ അവൾ കാണാത്തൊരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വൈശുവിന് തലവേദനയാണെന്ന് പറഞ്ഞതും അരവിന്ദൻ അവളുടെ മുറിയിലേക്ക് ചെന്നു. അവളുടെ ഡോറിൽ തട്ടിയതും അവൾ വന്ന് കതക് തുറന്നു. എന്താ അരവിന്ദേട്ടാ? മുമ്പിൽ നിൽക്കുന്ന അരവിന്ദനെ കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് തലവേദനയാണെന്നറിഞ്ഞു, അങ്ങനെ നോക്കാൻ വന്നതാ. ഇപ്പം എങ്ങനെയുണ്ട്? കുറവുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഉണ്ടേട്ടാ. പെട്ടെന്ന് എന്തു പറ്റി? യാത്രയൊക്കെ ചെയ്തതിൻ്റെയാണോ? അരവിന്ദൻ വീണ്ടും ചോദിച്ചു. അറിയില്ല, എന്തോ തലയ്ക്കൊരു ഭാരം പോലെ, അവൾ നെറ്റിയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ കിടന്നോ. തലവേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് നോക്കാമെന്ന് കരുതി വന്നതാ. നിനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ഇല്ല, എനിക്ക് പ്രശ്നമില്ല, അവൾ പറഞ്ഞതും അവൻ മൂളി. ശരി, എങ്കിൽ കിടന്നോ, അവൻ പറഞ്ഞിട്ട് പോകാൻ തുടങ്ങി. അരവിന്ദേട്ടാ. അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകിൽ നിന്നും വിളിച്ചു. അത് സോറി, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്തിന്? അവൻ സംശയത്തോട് ചോദിച്ചു. അറിയില്ല, അവൾ കണ്ണുകൾ നിറച്ച് അവനെ ഒന്ന് നോക്കിയിട്ട് മുഖം കുനിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. പിന്നെ അവളുടെ കുനിഞ്ഞിരിക്കുന്ന മുഖം അവൻ താടിത്തുമ്പിൽ പിടിച്ചുയർത്തി. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്തിനാ സോറിയൊക്കെ? ഇങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ഒരു തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല, അവൻ അവളുടെ കവളിൽ കൂടി ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്നാലും ഞാൻ അതൊക്കെ മറന്നേക്ക് കേട്ടോ. ഇനി അതൊന്നും ഓർക്കണ്ട, കഴിഞ്ഞത് കഴിഞ്ഞു. അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി. അരവിന്ദേട്ടാ. അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ നോക്കി. അത് ഞാൻ വിഷ്ണുവേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയായിരുന്നു, വൈശു അവനെ നോക്കി പറഞ്ഞതും അവൻ പുഞ്ചിരിച്ചു. നിനക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവനോട് പറയുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അവൻ നിന്നെ മനസ്സിലാക്കുമെന്നാണ് എൻ്റെ വിശ്വാസം, അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. വിഷ്ണു അച്ചുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വന്ന് ബൈക്ക് നിർത്തിയതും അവൾ അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ ബൈക്കിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് കയറി. അത് കണ്ടവൻ ചിരിച്ചു. അവൾ ഹാളിലേക്ക് കയറിയതും അവിടെ ഹാളിൽ വിഷ്ണുവിൻ്റെ അമ്മയും മുത്തശ്ശിയും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. ആ മോള് വന്നോ? മുത്തശ്ശി അവളെ നോക്കി ചോദിച്ചു. അതിന് അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. തൊഴുതോ മോളെ? അമ്പലത്തിൽ തിരക്കുണ്ടായിരുന്നോ? വിഷ്ണുവിൻ്റെ അമ്മ അവളെ നോക്കി ചോദിച്ചു. ഇല്ല ആൻറ്റി, തിരക്കൊന്നും ഇല്ലായിരുന്നു.
അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. എങ്കിൽ മോള് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. അവർ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അതിന് പുറകിലായിട്ട് വിഷ്ണു അങ്ങോട്ടേക്ക് കയറി വന്നിരുന്നു. വൈശുവിന് തലവേദന കുറവുണ്ടോ അമ്മേ? വിഷ്ണു അവരെ നോക്കി സംശയത്തോട് ചോദിച്ചു. അവൾ കിടക്കുക. വൈകിട്ട് ചായ ഇട്ട് കൊടുത്തായിരുന്നു. പക്ഷെ ഇതുവരെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നില്ല. അവർ അവനെ നോക്കി മറുപടി പറഞ്ഞു. കുഞ്ഞിനെന്തോ വിഷമമുള്ളതുപോലെ. ഇന്നലെ അവിടെ നിന്ന് വന്നപ്പോൾ മുതൽ മോൾ ആകെ വല്ലാതെ ഇരിക്കുകയാണ്. തലവേദനയുടെ ആയിരിക്കും അല്ലേ? മുത്തശ്ശി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് ഇത്ര യാത്രയൊക്കെ ചെയ്തല്ലേ മുത്തശ്ശി, അതിന് ക്ഷീണമൊക്കെ ആയിരിക്കും. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അവൻ അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ അവൾ കട്ടിലിൽ കിടക്കുകയായിരുന്നു. വാതിൽ പാതി മാത്രം ചാരിയിട്ടിരുന്നു. അവൻ പതിയെ കതക് തുറന്നിട്ട് അകത്തേക്ക് കയറി. പിന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. തൻ്റെ അടുത്ത് ആരുടെയോ സാന്നിധ്യം അറിഞ്ഞതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി. കട്ടിലിൽ ഇരിക്കുന്ന വിഷ്ണുവിനെ കണ്ടതും അവൾ പെട്ടെന്ന് കട്ടിലിൽ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. തലവേദനയല്ലേ, മോള് കിടന്നോ, എഴുന്നേക്കണ്ട. അവൻ അവളെ നോക്കി പറഞ്ഞു. അത് സാരമില്ലേട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, അവൻ വിളിച്ചതും അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി. മോൾക്ക് എന്താ ഇത്ര വിഷമം? ഏട്ടനോട് പറ. ഒന്നുമില്ലെന്ന് എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട. ഉണ്ടെന്ന് ഏട്ടനറിയാം. നിന്നെ ഇന്നും ഇന്നലെ അല്ല ഞാൻ കാണാൻ തുടങ്ങിയത്. മോൾക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ട് ഇല്ലേ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചതും അവൾ ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. മോൾ ഏട്ടനോട് പറ. എന്താ എൻ്റെ മോളുടെ പ്രശ്നം? പരിഹരിക്കാവുന്നതാണെങ്കിൽ നമുക്ക് പരിഹരിക്കാമല്ലോ. അവൻ ചോദിച്ചതും അവളെല്ലാം അവനോട് തുറന്നു പറഞ്ഞുകൊണ്ട് കരഞ്ഞു. മോളെ, അവൾ കരയുന്നത് കണ്ടതും അവനവളുടെ മുഖം പിടിച്ചുയർത്തി. സോറി ഏട്ടാ, അവൾ പറഞ്ഞുകൊണ്ട് ഒരു പൊട്ടിക്കരച്ചിലോടെ അവനെ ഇറുക്കി കെട്ടിപ്പിടിച്ചു. സോറി ഏട്ടാ, സോറി, അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സാരമില്ല, പോട്ടെ. എൻ്റെ മോൾക്ക് വേറെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇന്ന് പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള ചതികളിലൂടെയാണ് ഓരോന്നിൽ ചെന്ന് വീണു കൊടുക്കുന്നത്. എന്തായാലും അരവിന്ദൻ കാരണം അതിൽ നിന്നൊക്കെ മോള് രക്ഷപ്പെട്ടില്ലേ? സാരമില്ല, കരയണ്ട. അവൻ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. ദേ മോള് നോക്കിക്കേ. അവൻ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വിളിച്ചതും അവൾ കണ്ണുകൾ സ്വയം തുടച്ചുകൊണ്ട് അവനെ നോക്കി. ഇനി നീ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ച് അമ്മയും മുത്തശ്ശിയും ഒന്നും അറിയിക്കാൻ നിൽക്കണ്ട. അവർക്ക് ഇപ്പോൾ തന്നെ നല്ല സംശയമുണ്ട്. അതുകൊണ്ട് ഈ വിഷമമൊക്കെ കളഞ്ഞിട്ട് പഴയതുപോലെ ഹാപ്പി ആയിട്ടിരിക്കെ. നമുക്ക് വിദ്യയുടെ മാരേജ് അടിച്ചു പൊളിക്കണ്ടേ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ തലയാട്ടി. എങ്കിൽ പോയി മുഖമൊക്കെ കഴുകിയിട്ട് വാ, അവൻ പറഞ്ഞു. ഏട്ടാ, അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി. ഏട്ടന് എന്നോട് ദേഷ്യമുണ്ടോ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. എന്തിന്? അതൊന്നുമില്ല. ഈ പ്രായത്തിൽ അങ്ങനെയൊക്കെ ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ നമ്മളൊരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ആലോചിക്കണം. നമ്മൾ സെലക്ട് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് 100 തവണ ആലോചിച്ചായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. തെറ്റാണെന്ന് എപ്പോഴെങ്കിലും ഒരു നിമിഷമെങ്കിലും തോന്നിയാൽ അപ്പോൾ തന്നെ അത് വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഇപ്പം എൻ്റെ മോള് ചെയ്തത് ശരിയാണ്. നിനക്ക് റോങ് ആണെന്ന് തോന്നിയപ്പോൾ നീ അത് വേണ്ടെന്ന് വെച്ചു. അവിടെയാണ് നീ റൈറ്റായിട്ട് ഡിസിഷൻ എടുത്തത്. സാരമില്ല, ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അവനോടെല്ലാം ഒന്ന് തുറന്നു പറഞ്ഞപ്പോൾ അവൾക്ക് എന്തോ വലിയൊരു സമാധാനം പോലെ തോന്നി. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി. മോള് പോയി മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വന്നേ. ഇല്ലെങ്കിൽ എല്ലാവർക്കും സംശയം തോന്നും. 2 ദിവസം കൂടിയേ ഉള്ളൂ വിദ്യയുടെ മാരേജിന്. അതുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ് മുഖം വല്ലാതെ ആക്കരുത്. നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ മാരേജാണ്. അതുകൊണ്ട് സന്തോഷമായിട്ടായിരിക്കണം നമ്മൾ അവളെ ഇവിടെ നിന്നും പറഞ്ഞയക്കേണ്ടത്. ഞാൻ പറയുന്നത് മോൾക്ക് മനസ്സിലായോ? അവൻ അവളുടെ മുഖം കയ്യിലെടുത്ത് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിയോടെ തലയാട്ടി. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി. അവൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞിരുന്നു. പിന്നെ ചെറു പുഞ്ചിരിയോടെ അവയെ തുടച്ചു കളഞ്ഞിട്ട് അവൻ അവിടെ നിന്നും പോയി.